ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ കളയുന്ന ഈ ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചക്കക്കുരു ഞാൻ കുറച്ച് ദിവസം ഇവിടെ മാറ്റിയിട്ടേക്കായിരുന്നു, എന്നിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ചെറുതായി ഇങ്ങനെ നുറുക്കിയെടുക്കാം. അപ്പോൾ എല്ലാതും ഞാനിങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെളുത്ത തൊലി നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇത് എല്ലാം കൂടി കൈ കൊണ്ടൊന്ന് തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ വെളുത്ത പോള നമുക്ക് കളയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ പറക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ബ്രൗൺ കളറ് നമ്മൾ കളയണില്ല. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിത് ഫ്രിഡ്ജിലേക്കാണ് എടുത്ത് വയ്ക്കുന്നത്. ഫ്രിഡ്ജിൽ ഒരു ദിവസം വെച്ചിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതിങ്ങനെ നന്നായി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് പൊടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ശർക്കര നീരോ ചേർത്തിട്ട് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് ഇങ്ങനെ എല്ലാതും പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് വേണം. ഒരു 5-6 ബദാമും ഒരു 5-6 അണ്ടിപ്പരിപ്പും നമുക്ക് ഇതേപോലെ കുത്തിപ്പൊടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ കോൺഫ്ലോറാണ്. അപ്പോൾ അത് കോൺഫ്ലവറിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കലക്കി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് ചക്കക്കുരുവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് കുറച്ച് നേരം നമുക്ക് ഈ നെയ്യിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ നമുക്ക് ഇതിൽ ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോൺഫ്ലോർ കലക്കി വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. കട്ടകളില്ലാണ്ട് നന്നായി മിക്സാക്കി എടുക്കാം. നമുക്ക് കോൺഫ്ലോർ തന്നെ ചേർക്കണമെന്നില്ല. 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ആയാലും മതി. അത് ചേർക്കണത് ഹൽവയ്ക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ 4 വെല്ലം ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. ശർക്കര നമുക്ക് അരിച്ചെടുത്തിട്ട് കുറേശ്ശായി ഇതിലേക്ക് ഒഴിച്ച് മിക്സാക്കി എടുക്കാം. കൂടുതൽ വെള്ളത്തിൽ നമ്മൾ ശർക്കര ഉരുക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ മുഴുവനും വറ്റിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് 1 ഗ്ലാസ്സോ 1-1.5 ഗ്ലാസ്സിലോ നമ്മളിത് ശർക്കര ഉരുക്കിയെടുത്താൽ മതി. നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് കട്ടിയില്ലാത്ത രീതിയിൽ നന്നായി ഇളക്കി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ശർക്കരയും ഇതിൽ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ കട്ടകളെല്ലാം ഉടച്ച് കൊടുക്കണം. നന്നായി ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായി നമുക്ക് വറ്റിച്ചെടുക്കണം. നല്ല കട്ടിയിൽ വരണത്. ഇപ്പോൾ നന്നായി വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നട്ട്സ് നമ്മളിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. നെയ്യ് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നെയ്യ് കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ നെയ്യൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന വരെ ഇത് നന്നായി ഇളക്കി കൊടുക്കണം. നല്ലോണം ഇത് കട്ടിയാക്കി എടുക്കണം. ഇപ്പോൾ ഇത് നല്ല കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. എങ്ങനത്തെ പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ റൗണ്ടിലുള്ളതാണ് എടുത്തത്. സ്ക്വയറാണ് വേണ്ടവർക്ക് സ്ക്വയർ പാത്രമായാലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടിയും
ഇട്ട് കൊടുക്കാം, ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിത് രാത്രി സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തത്. ഈ പാത്രത്തിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള ഹൽവയാണ്. അത് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും ആരും പറയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.